മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും മികച്ച സംഭാവനകൾ നൽകിയ ഗുരുസ്ഥാനീയരായ പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ 1993 ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. മലയാളം എന്നും അഭിമാനത്തോടെ സ്മരിക്കുന്ന ഭാഷാപിതാവിൻ്റെ പിന്തുടർച്ചക്കാരായ നമ്മുടെ സാഹിത്യ പ്രതിഭകളിൽ ഉന്നത സ്ഥാനീയരായ എഴുത്തുകാർക്കാണ് ഈ പുരസ്കാരം സമർപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തെ പുരസ്കാരം നൽകി ആദരിച്ചത് ഭാഷാ സാഹിത്യ പണ്ഡിതനും ഗവേഷകനുമായ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനാണ്. തുടർന്ന് തകഴി ശിവശങ്കരപ്പിള്ള തുടങ്ങി ONV സാർ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ശ്രീ MG വാസുദേവൻ നായർ വരെ നമ്മുടെ മലയാളത്തിൽ ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഏറ്റവും അർഹിക്കുന്നവർക്ക് ഈ വർഷം ആറ്റൂർ രവിവർമ്മയ്ക്കും ഈ സ്ഥാനം നൽകിയപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം നമുക്ക് ഏറ്റവും അർഹിക്കുന്നവർക്ക് കൊടുത്തു എന്ന് സന്തോഷിക്കാനും അഭിമാനിക്കാനും വകയുണ്ട്. അന്വേഷിച്ചും വായിച്ചും പഠിച്ചും തീരാത്ത ആഴവും പരപ്പുമുള്ള കാവ്യ സമ്പത്ത് സമ്മാനിച്ച എഴുത്തച്ഛൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം അർഹതപ്പെട്ട കൈകളിൽ മാത്രമാണ് എത്തിയത് എന്ന് നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ പൂർവികർ ഭാഷയ്ക്കും സാഹിത്യത്തിനും ദേശത്തിനും നൽകിയ അമൂല്യ സംഭാവനകൾ നെഞ്ചേറ്റിയാണ് നാം ജീവിച്ചു പോരുന്നത്. ഭാഷയെ സ്നേഹിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ പൂർവികർ. നമ്മുടെ അമ്മയ്ക്ക് തുല്യമാണ് മാതൃഭാഷ. സർവഭാഷാ സരസ്വതി എന്നതാണ് ഹൃദയവാക്യം. അങ്ങനെ മാതൃഭാഷകളിൽ അവഗണിക്കാനാകാത്ത ചൈതന്യമുള്ള നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച എഴുത്തുകാരുടെ സേവനങ്ങളെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കർത്തവ്യവും കടമയുമാണ്. 20ാം വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ അരനൂറ്റാണ്ട് ഏറെക്കാലമായി മലയാളിയുടെ ആസ്വാദന മണ്ഡലത്തിൽ നവീനവും വ്യത്യസ്തവുമായ ഭാവുകത്തിൻ്റെ പ്രകാശം ചൊരിഞ്ഞു നിൽക്കും. എഴുതി എണ്ണം കൂട്ടുക എന്നതല്ല, എഴുതുന്നത് മുഴുവൻ വേറിട്ടതും ശില്പസുന്ദരവുമാക്കി മാറ്റുക എന്നതാണ് ആറ്റൂരിൻ്റെ കവിധർമ്മം. ആറ്റിക്കുറുക്കുകയാണ് കവിതയെ ചെയ്യുന്നതെന്ന് ആറ്റൂരിനെ പറ്റി പറയാറുണ്ട്. അത് ശരിയുമാണ്. നല്ല ഒരു അധ്യാപകൻ. സാഹിത്യരചനയേക്കാൾ കൂടുതൽ സകാത്മകത വേണ്ടത് അധ്യാപനത്തിലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഷയത്തിൻ്റെ അറ്റം വരെയും ആഴം വരെയും പോകാൻ സാധിക്കുന്നതോടൊപ്പം അവ കുട്ടികൾക്ക് മനസ്സിലാകാൻ കഴിയും വിധം അവതരിപ്പിക്കാനും കഴിയണം. അപ്പോൾ അധ്യാപനവും പഠനവും സന്തോഷപ്രദമാകും എന്ന് അദ്ദേഹം കരുതുന്നു. വലിയ ഒരു ശിഷ്യസമ്പത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ശിഷ്യന്മാരെക്കാൾ ഉപരി അവരെ സുഹൃത്തുക്കളായി കരുതുന്നു. കുട്ടികളുടെ മൂത്തയാൾ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. ഈ വർഷത്തെ ഈ പുരസ്കാരം നേടിയ ആറ്റൂർ രവിവർമ്മയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.